നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിച്ചേക്കും. ആദ്യഘട്ടത്തിൽ പട്ടികയിൽ 50-ലേറെ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്നാണ് സൂചന. കണ്ണൂരിൽ കെ സുധാകരനെ മത്സരിപ്പിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ഉറപ്പ് ലഭിക്കാതെ സുധാകരൻ ഡൽഹിക്ക് പോകില്ല എന്ന വിവരം കൂടി പുറത്തുവരുന്നു. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ LDFും NDAയും പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മട്ടന്നൂരിൽ നിന്നും പിണറായിലേക്ക് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ റോഡ് ഷോ നടത്തും. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം സംബന്ധിച്ച കാര്യത്തിൽ ഇന്ന് അന്തിമ തീരുമാനമുണ്ടാകും. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥികളെയും ഇന്നറിയാം. വിവിധയിടങ്ങളിൽ ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ്. ആദ്യം ബൽറാം നെടുങ്ങാടിയിലേക്ക് പോകുന്നു. അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനം ഇന്നുണ്ടാകും. രാവിലെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുന്നുണ്ട് എന്നൊക്കെ അറിയുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ അറിയണം. ബൽറാം, കെ സുധാകരന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ കോൺഗ്രസ്? അതിലിനി എന്തെങ്കിലും ചർച്ചകൾക്ക് ബാക്കി എന്തെങ്കിലും ഹോപ്പുണ്ടോ, പ്രതീക്ഷയുണ്ടോ? അതോടൊപ്പം തന്നെ കെ സുധാകരൻ ഡൽഹിക്ക് ഇല്ല എന്ന വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. വിശദാംശങ്ങൾ അജീഷ് ജയകുമാർ അല്പസമയത്തിന് നൽകും. എന്തായാലും കോൺഗ്രസിന്റെ ആദ്യഘട്ട പട്ടികയിൽ 50 പേരെങ്കിലും ഉണ്ടാകും എന്നറിയുന്നു. പുറത്തുവരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? വെരി ഗുഡ് മോർണിംഗ് പ്രജിൻ, അമൃത. ഈ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഈ ഒരു ഘട്ടത്തിൽ, അതായത് കെ സുധാകരന്റെ നിലപാട് വ്യക്തമാകുന്നതുവരെ തന്നെ അനിശ്ചിതത്വത്തിൽ തുടരും എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഡൽഹി സന്ദർശനം ഇന്ന് ഉണ്ടാകും എന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. ഏതാണ്ട് 10 മണിയോടെ അദ്ദേഹം ഡൽഹിയിൽ എത്തിച്ചേരും എന്നും ആയിരുന്നു നേരത്തെ ലഭ്യമായിരുന്ന വിവരം. എന്നാൽ അതിൽ അദ്ദേഹത്തിന് തീരുമാനത്തിൽ മാറ്റമുണ്ടാവുകയാണെങ്കിൽ തുടർന്ന് പുതിയ സാഹചര്യം അത് നേതാക്കൾ കൂടിയാലോചിച്ച ശേഷമായിരിക്കും തീരുമാനമുണ്ടാവുക. നിലവിൽ കോൺഗ്രസ് നേതാക്കളിൽ നിന്നും ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനം ഇന്ന് ഉണ്ടാകും. 50ഓളം സ്ഥാനാർത്ഥികളെ ആയിരിക്കും ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കുക. അതിൽ സിറ്റിംഗ് MLA-മാർ കൂടാതെ ഏറ്റവും വിജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ എന്നിവ ഉൾപ്പെടെയായിരിക്കും ഈ 50ഓളം പേരുടെ പേരുകൾ പ്രഖ്യാപിക്കുക. നേരത്തെ തന്നെ 32 പേരുകൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് അംഗീകാരം നൽകിയിരുന്നു. മറ്റ് പേരുകളുടെ കാര്യത്തിൽ കൂടി തീരുമാനം എടുത്തിട്ടുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം. അടുത്ത ഘട്ട സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് പുരോഗമിക്കുന്നത്. അതേസമയം MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഹൈക്കമാൻഡ് ഈ ഒരു ഘട്ടത്തിലും. എന്നാൽ അതാണ് കെ സുധാകരന്റെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം വീണ്ടും അത് പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നത്. കെ സുധാകരൻ നിലവിൽ ഒരു ഉറപ്പ് ഹൈക്കമാൻഡിൽ നിന്നും ലഭിക്കാതെ ഡൽഹിയിലേക്കില്ല എന്ന നിലപാടായിരുന്നു ആദ്യഘട്ടത്തിൽ സ്വീകരിച്ചത്. തുടർന്നാണ് അദ്ദേഹം തിങ്കളാഴ്ച ഡൽഹിയിൽ എത്താതെ കേരളത്തിൽ തന്നെ തുടർന്നത്. എന്നാൽ അനുകൂലമായ ഒരു തീരുമാനം ഹൈക്കമാൻഡിൽ നിന്ന് ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഡൽഹിയിൽ എത്താൻ ഇരുന്നത്. അക്കാര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും അനിശ്ചിതത്വം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ നിലവിലെ സാഹചര്യത്തിൽ MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിൽ തന്നെ ഹൈക്കമാൻഡ് എത്തിയിരിക്കുന്നു. കെ സുധാകരൻ, അടൂർ പ്രകാശ്, ഷാഫി പറമ്പിൽ അടക്കമുള്ള MK രാഘവൻ അടക്കമുള്ള MP-മാർ മത്സരിക്കാനുള്ള താല്പര്യം ഇതിനകം തന്നെ പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും ശക്തമായ നിലപാട് ഉറച്ചു നിൽക്കുകയും സ്ഥാനാർത്ഥി മത്സരിക്കുമെന്ന പ്രഖ്യാപനം നടത്തിയതും കെ സുധാകരനാണ്. അദ്ദേഹത്തെ പിണക്കിക്കൊണ്ട് തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുക എന്നുള്ളത് കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം പ്രയാസമാകും. കാരണം കേരളത്തിൽ എല്ലാ ജില്ലകളിലും സ്വാധീനമുള്ള ഒരു നേതാവാണ് കെ സുധാകരൻ. അതുകൊണ്ട് തന്നെ ഒപ്പം തന്നെ മറ്റ് ജാതി സമവാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉൾപ്പെടെ അത് ഈ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിൽ അത് കോൺഗ്രസിന് പ്രതിസന്ധി ഉണ്ടാക്കും എന്ന് ഉറപ്പാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ അക്കാര്യം കൂടി ആലോചിച്ച ശേഷം അദ്ദേഹത്തെ സമവായത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാക്കും നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ അതിൽ ഏറ്റവും നിർണായകമാവുക കെ സുധാകരന്റെ നിലപാട് തന്നെയാകും. അദ്ദേഹം തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അത് കോൺഗ്രസ് ഹൈക്കമാൻഡ് വീണ്ടും തീരുമാനം തിരുത്തേണ്ട സാഹചര്യം ഉണ്ടാകും. എന്തായാലും ഇന്ന് അദ്ദേഹത്തിന്റെ തീരുമാനം അറിഞ്ഞ ശേഷം മാത്രമായിരിക്കും അക്കാര്യത്തിൽ വ്യക്തതയുണ്ടാവുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.